ഒന്നും വരാത്ത വരുവാ. അല്ല, ഞാൻ ഓർക്കാണ് ചേട്ടൻ വന്ന് ഇതെല്ലാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ഈ ബസ് സ്റ്റോപ്പിൽ എന്നാ തിരക്കാ ചില സമയത്ത് ഞാൻ വന്നോണ്ട്. അല്ല, കിടപ്പുകാരാണേലും ഇതെല്ലാം എങ്ങനെയൊന്ന് ചാർന്നേരം ഒന്ന് ഇരിക്കും. നമ്മുടെ മിക്ക വെയിറ്റിംഗ് ഷെഡുകളിലും ഉണ്ടാക്കി വെക്കുന്നത് ഇത് എന്തിനാ ഇവരുണ്ടാക്കുന്ന അറിയത്തില്ല. ഇത് ഏതാ അതാ പറഞ്ഞ അതിൻ്റെ അകത്ത് അവർ നല്ല രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫാനും ഇട്ടിട്ടുണ്ട്, ഒന്ന് കാറ്റ് കൊള്ളാനുള്ള സൗകര്യം. നഗരസഭയെ കൊണ്ട് നടക്കത്തില്ല, ഏതായാലും നടക്കത്തില്ല. ഇത് തിരുവാർപ്പ് പോകുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെയല്ലേ അല്ലേ നിൽക്കുന്നത്? ആ, എല്ലാവരും ഇവിടെ കഴിയുന്നത്. ചില സമയത്ത് ഇതിന്റെ വെളി വരെ ആൾ നിൽക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ആ, അല്ല, ഇവരെന്ത് ഉദ്ദേശത്തില്ല ഇങ്ങനെ ഒരു കമ്പി വെച്ചിരിക്കുന്ന ഒരു പിടുത്തമില്ല. ഇപ്പറേ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയം ടൗണിൽ വന്നപ്പോഴത്തേന് അല്പസമയം തിരുനക്കര ബസ് സ്റ്റാൻഡിനകത്തൊന്ന് കയറി. നിങ്ങൾക്കറിയാം, ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് ഏറെക്കുറെ 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും നഗരസഭ അധികാരികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇവിടെ ബസ് കയറാൻ നിൽക്കുന്നവർ വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഒന്ന് ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരു അവസരത്തിലാണ് അച്ചയൻസ് ഗോൾഡാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ഏറെക്കുറെ 10-25 ലക്ഷം രൂപ മുടക്കിയാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കാറ്റ് കൊണ്ട് കൊള്ളാനും അതുപോലെ വിശ്രമിക്കാൻ നല്ല ബെഞ്ചുകളും എല്ലാം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് അവരത് ചെയ്തത്. നഗരസഭയായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി പോലും ചെയ്യത്തില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നഗരസഭയുടെയൊക്കെ വെയിറ്റിംഗ് ഷെഡിലും ഒക്കെ നമ്മൾ പോയി ഇരുന്നിട്ടുള്ളതാണ്. ഒന്ന് ശരിക്കും കാല് നിവർത്തി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം നിങ്ങളെ മറ്റൊരു വെയിറ്റിംഗ് ഷെഡും കൂടെ ഞാൻ കാണിക്കാം. അതാണ് ആദ്യം വീഡിയോയ്ക്കകത്ത് കാണിച്ചത്. ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇത് എന്ന് പണിയുമെന്നോ ഒന്നും ഒരു തീരുമാനവും ഇല്ല. കക്കുക മുക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ നഗരസഭ അധികാരികൾക്ക്. 3 കോടി രൂപ ആയിട്ട് ഒരുത്തം പോയിട്ട് ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അച്ചയൻസ് ഗോൾഡ് അതിൻ്റെ അകത്തൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയില്ലേ, ഫാനുണ്ട്, കയറി സുഖമായിട്ടിരിക്കുക. അല്ല, ഞാൻ ഓർക്കാണ് ചേട്ടൻ വന്ന് ഇതെല്ലാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ഈ ബസ് സ്റ്റോപ്പിൽ എന്നാ തിരക്കാ ചില സമയത്ത് ഞാൻ വന്നോണ്ട്. അല്ല, കിടപ്പുകാരാണേലും ഇതെല്ലാം എങ്ങനെയൊന്ന് ചാർന്നേരം ഒന്ന് ഇരിക്കും. നമ്മുടെ മിക്ക വെയിറ്റിംഗ് ഷെഡുകളിലും ഉണ്ടാക്കി വെക്കുന്നത് ഇത് എന്തിനാ ഇവരുണ്ടാക്കുന്ന അറിയത്തില്ല. ഇത് ഏതാ അതാ പറഞ്ഞ അതിൻ്റെ അകത്ത് അവർ നല്ല രീതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫാനും ഇട്ടിട്ടുണ്ട്, ഒന്ന് കാറ്റ് കൊള്ളാനുള്ള സൗകര്യം. നഗരസഭയെ കൊണ്ട് നടക്കത്തില്ല, ഏതായാലും നടക്കത്തില്ല. ഇത് തിരുവാർപ്പ് പോകുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെയല്ലേ അല്ലേ നിൽക്കുന്നത്? ആ, എല്ലാവരും ഇവിടെ കഴിയുന്നത്. ചില സമയത്ത് ഇതിന്റെ വെളി വരെ ആൾ നിൽക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ബസ് സ്റ്റോപ്പുകൾ കൂടുതൽ ആശ്രയിക്കുന്ന സാധാരണക്കാരാണ്. പ്രായമുള്ള മനുഷ്യരും അസുഖക്കാരും ഒക്കെ വന്ന് അവർക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല വെയിറ്റിംഗ് ഷെഡുകളുടെ നിർമ്മാണം. ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന MLA മന്ത്രിയൊക്കെ ഒരു ദിവസം ഇതേ ഒന്ന് പിടിച്ച് ശരിക്കും ഇരുത്തിയിട്ട് വേണം ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അറിയത്തില്ല. കോട്ടയത്തെ ഏറ്റവും തിരക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ്. കാരാപ്പുഴ, ഇല്ലിക്കൽ, അതുപോലെ തിരുവാർപ്പ്, ആ റൂട്ടോട്ടുള്ള മുഴുവൻ ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ അവസ്ഥയാണിത്.